ഇനി മറുപടി ലഭിക്കേണ്ടത് കേരളയിൽ സമരസമിതിയുടെ ഭാഗത്തു നിന്നാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ കൃത്യമായും പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ്. ആശങ്ക രേഖപ്പെടുത്തുന്നത് സമരസമിതിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. താങ്കൾക്ക് ഇവരുടെ വാക്കുകളിൽ ഏതെങ്കിലും ബോധ്യമുണ്ടോ? അതായത് ആശങ്കകളെ പരിഹരിച്ചുകൊണ്ട് സുതാര്യമായ രീതിയിൽ കേരളത്തിന് സമാനമല്ലാത്ത രീതിയിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ വികസന പദ്ധതിയെ താങ്കൾ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആശങ്കകളെല്ലാം പരിഹരിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? അല്ല, ഇതിന് മറുപടി അറിയുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ LDFൻ്റെ പ്രതിനിധിയുടെ റിട്ടോറിക്ക്, അദ്ദേഹത്തിൻ്റെ വാചോടാവം ഞാൻ കേട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വികസനത്തെയൊക്കെ സംബന്ധിച്ച് വളരെ സെലക്റ്റീവായ ചില നിലപാടുകളാണ് അവരെടുക്കുന്നത്. അവരുടെ ശകാരമൊക്കെ കൊള്ളാം, പക്ഷേ ഓരോ വിഷയത്തിലും അവർക്ക് വാളയാർ വരെ അവർ പുലർത്തുന്ന നിലപാടല്ല വാളയാറിന് പുറത്തുള്ള പ്രോജക്റ്റുകളെ സംബന്ധിച്ച്. എനിക്കറിയാം, ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട LDFൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം മുംബൈ അഹമ്മദാബാദ് ലൈനിനെ കുറിച്ച് ഉയർത്തിയ വിമർശനങ്ങൾ ഇവിടെ പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വികസനത്തെക്കുറിച്ച് LDFൻ്റെ വാചോടാപങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇതേ പദ്ധതി അതിവേഗതയിൽ കേരളത്തിൽ ആദ്യം പ്രവർത്തനക്ഷമമാകാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ കൂടെ അതിനെ പൊളിക്കാൻ വേണ്ടി, ആ പ്രോജക്റ്റ് വരാതിരിക്കാൻ വേണ്ടി LDF ഉണ്ടായിരുന്നു. LDFൻ്റെ പല ഘടകകക്ഷികളും ഉണ്ടായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ അടക്കം വന്ന് സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചില ന്യായങ്ങളുണ്ടായിരുന്നു, കൃത്യമായിട്ട് നമുക്ക് പറയാം. കാരണം ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് എസെൻഷ്യൽ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അനിവാര്യമാണോ, അല്ലെങ്കിൽ ഇതിന് ഇത്രയും ബാധ്യതകൾ, ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാതെ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണം. ഇത് വലിയ തോതിൽ നമുക്കറിയാം, ഇത് വിദേശ കടങ്ങൾ വഴി മാത്രം സാധ്യമാകുന്ന പദ്ധതിയാണ്. ഇറക്കുമതിയും വലിയ തോതിൽ വേണ്ടി വരും. ഇതൊന്നും കാണാതെ, ഇതൊന്നും ഇല്ലാതെ തന്നെ സാധ്യമാവുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പ്രത്യേകിച്ച് റെയിൽവേയെ സംബന്ധിച്ച് അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സവിശേഷ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. റെയിൽവേയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്, റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിയൻ ഗവൺമെൻറ്റാണ്. ഈ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് വളരെ സവിശേഷമായൊരു താല്പര്യം എന്താണെന്ന് കൂടി അതിനകത്ത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ മുമ്പോട്ട് വെച്ച പ്രോജക്റ്റിൽ പോലും ഒരു 20,000 കോടി രൂപ റൈസ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിന് വരും. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, പലപ്പോഴും സിൽവർ ലൈനിൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ പറയുന്ന, ഒരിക്കലും അനുമതിയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കേരളത്തിൻ്റെ ഒരു തലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക പരാധീനതകളും നമുക്കറിയാം. എത്രമാത്രം അതിൻ്റെ കടമെടുപ്പ് പരിധി ഒക്കെ മറികടന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. കേരളത്തിൻ്റെ ഒരു GSDPയുടെ എത്ര ശതമാനത്തോളം ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാം എന്നുള്ള മാനദണ്ഡങ്ങളെയൊക്കെ മറികടന്നിട്ട് തന്നെ ഇപ്പോഴും വായ്പയുടെ കാര്യമുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. മാത്രമല്ല, ശരിക്ക് ഈ പറയുന്ന പോലെ ഫിസ്ക്കൽ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റിയാണ്. അതും മറികടന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു നിലപാട്, ഇത് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിട്ടൊരു പ്രോജക്റ്റ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായി ഇത് അനിവാര്യമാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇത് വയബിളായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണോ എന്ന് വളരെ നിഷ്പക്ഷമായും ശാസ്ത്രീയമായും പഠിക്കണം. അതൊന്നും വരാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്നൊന്നും പറയാൻ കഴിയില്ല. ശ്രീ ബാബുരാജ്, ഈ അനിവാര്യത സംബന്ധിച്ച് താങ്കൾക്ക് ഇപ്പോഴും സംശയമുണ്ടോ? തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് അടക്കം ഇന്ന് ലഭ്യമാണ്, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ശ്രീ ബാബുരാജ്, ഒരു ചോദ്യമുണ്ട്. ഈ പദ്ധതിയുടെ അനിവാര്യത സംബന്ധിച്ച് താങ്കൾക്ക് സംശയമുണ്ടോ? അതായത് ഇത്തരത്തിൽ വേഗതയിൽ യാത്ര ചെയ്ത് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് കണ്ണൂർ വരെ, സാങ്കേതികമായി കണ്ണൂർ വരെ നമുക്ക് 3.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടോ സമരസമിതിക്ക്? അല്ല, അത് നല്ല കാര്യമാണ്, സംശയമില്ല. കണ്ണൂരിൽ നിന്ന്, പക്ഷെ ഒരു കാര്യം, അവിടെ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ മനുഷ്യർക്ക് യാത്ര ചെയ്യേണ്ടത്. ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യണം, കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യണം. ഇതൊക്കെ ഇതേ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ തലങ്ങനെയും വിലങ്ങനെയും അതിവേഗ റെയിലുകൾ മാത്രം ഓടേണ്ടി വരും. പിന്നെ LDFൻ്റെ അംഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ജപ്പാനിലെ കാര്യം പറഞ്ഞു അദ്ദേഹം. ജപ്പാനൊക്കെ അതിവേഗ റെയില് റിയലൈസ് ചെയ്ത സാങ്കേതിക വിദ്യയുടെ, അവരുടെ ഇൻഡിജിനസ് ആയ സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിലാണ്. കേരളം എവിടെയാണ് നിൽക്കുന്നത്? മാത്രമല്ല, ഇന്ന് ഇന്ത്യക്ക് സാധ്യമാവുന്ന, ഇന്ത്യൻ റെയിൽവേക്ക് അടക്കം സാധ്യമാവുന്ന കാര്യമുണ്ട്. ഇന്നറിയാമോ, ഇന്ത്യൻ ടെക്നോളജിയും റോളിംഗ് സ്റ്റോക്ക് അടക്കം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സാഹചര്യത്തിൽ വീണ്ടും ഇതിൻ്റെ പേരിൽ കടബാധ്യതകളും, നമുക്കറിയാം, ബോംബാർഡിയറും അല്ലെങ്കിൽ ഷാങ്കിൽസൺ പോലെയുള്ള കമ്പനികളെ ഒരിക്കലും ടെക്നോളജി ട്രാൻസ്ഫറിന് തയ്യാറാവാത്ത കമ്പനികളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ. മാത്രമല്ല, മുംബൈ അഹമ്മദാബാദ് ലൈനിൽ നമ്മൾ കണ്ടതാണ്, അതിനകത്ത് അതിൻ്റെ പല വർക്കുകളും ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് 2 ജാപ്പാനീസ് കോർപ്പറേറ്റുകളിൽ മാത്രമായി ഗ്ലോബൽ ടെൻഡർ പരിമിതപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ജയിക്കുകയാണ് മുമ്പോട്ട് വെച്ചത്.
അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സാങ്കേതികമായും സാമ്പത്തികമായും വലിയ കുരുക്കിലേക്കായിരിക്കും നമ്മൾ ഇത്തരം പ്രോജക്റ്റുകൾ കൊണ്ടുപോകാനുള്ള സാധ്യത എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് അനിവാര്യമാണെന്ന് പറഞ്ഞാൽ മറ്റു പല അനിവാര്യതകളും ഉണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3 കിലോമീറ്റർ വേഗത്തിൽ യാത്ര ചെയ്യുക എന്നു മാത്രമല്ല, കേരളത്തിൻ്റെ യാത്രാ സംബന്ധമായ ഏക ലക്ഷ്യം തിരുവനന്തപുരം കണ്ണൂർ മാത്രമല്ല. പല ഗ്രാമപ്രദേശങ്ങളിലും കാര്യക്ഷമമായിട്ട് സർവീസ് നടത്തിയിരുന്ന KSRTC പോലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പല സർവീസുകളും മുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഏതോ ചില വ്യക്തികളുടെ വിംസ് ആൻഡ് ഫാൻറ്റസിയുടെ പുറകെ പോകുന്ന, അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കണം അല്ലെങ്കിൽ മാറണമെന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പാരിസ്ഥിതികമായ ഫ്രിജിലിറ്റി, അതിൻ്റെ ഒരു ദുർബലാവസ്ഥ കൃത്യമായി പരിഗണിക്കാതെ ഒരു വൻ പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം പഠനം നടക്കുക എന്നുള്ളത് ഒരു നിഷേധാത്മകമായ കാര്യമല്ല. പക്ഷേ അത് വളരെ നിഷ്പക്ഷമായും ശാസ്ത്രീയമായും ആയിരിക്കണം നടക്കേണ്ടത്. അതിൻ്റെ ഇതര സാധ്യതകൾ, താരതമ്യേന വലിയ ബാധ്യതകൾ ഭാവി തലമുറയ്ക്ക് ഏൽപ്പിക്കാത്തത്ര ബദൽ സാധ്യതകളുണ്ടെങ്കിൽ അതുകൂടി ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. അല്ലാതെ ഇത് ഏകമാത്രമായി ചിലരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനകത്ത് വരുന്ന സമയം ചുരുക്കപ്പെടുന്നത് മാത്രമാണ് വലിയ കാര്യമെന്ന് പറയുന്നതിനകത്ത് അബദ്ധമുണ്ട്.